ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എന്താണ് എൻ്റെ അനിയനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഹലോ, സുബിൻ സജിത കേട്ടോ. അപ്പം നമ്മളുടെ ആനിവേഴ്സറി സ്പെഷ്യൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കിച്ചണിൽ പോവാം. അപ്പോൾ നമ്മളിന്ന് കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെയ്യുന്നത് വന്നിട്ട് ബിരിയാണി റൈസാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾക്ക് റൈസ് അളന്നെടുക്കാം. നമ്മളിവിടെ 2 കിലോ മലബാർ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രത്തിൽ 2 പാത്രം റൈസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു പാത്രം റൈസിന് 1.5 പാത്രം വെള്ളം, അതാണ് കണക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ വട്ട വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 50 ഗ്രാം നെയ്യിടുക കേട്ടോ. അത് നന്നായി ചൂടായിട്ട് വരുന്ന സമയത്ത് ബിരിയാണി ഇല, പട്ട, കറാമ്പൂ, ഏലക്കായ്, തക്കോലം, വലിയ ജീരകം, അതൊക്കെ എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കണേ. എന്നിട്ടൊരു 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് ഒരു 3 വലിയുള്ളി നൈസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ബ്രൗൺ കളറിൽ വഴണ്ടി വരണം കേട്ടോ. അടുത്തായിട്ട് ഒരു 3 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ എല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 4 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അടുത്തായിട്ട് ഒരു 3 സ്പൂൺ ഗരം മസാല, 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. നമ്മൾ കളറിന് വേണ്ടി ചേർത്താണ്. നന്നായി മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം. അപ്പോൾ നമ്മൾ 2 പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് ആവശ്യത്തിന് ഉപ്പ്. അടുത്ത് ഒരു പിടി പുതിനയും 1 പിടി മല്ലിത്തഴയും ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അടുത്തത് 2 നാരങ്ങ ജ്യൂസ്, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾക്ക് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണേ. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു അര വേവ് കേട്ടോ. എന്നിട്ട് വെള്ളം ഏകദേശം വറ്റിയ ശേഷം നമ്മൾക്കത് ദമ്മിടാം. അപ്പോൾ നെയ്യും പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കുക മുകളിൽ. എന്നിട്ടത് അടച്ചു വെച്ചിട്ട് നമ്മൾക്ക് തീ കോരിയിടാം. എന്നിട്ട് നമ്മൾക്കൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കത് ഓപ്പൺ ചെയ്യാം. നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മൾ കുറേ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ബിരിയാണി റൈസ്, പപ്പടം, സേമിയ പായസം, മാങ്ങച്ചാർ, സലാഡ്. ഇത്ര ഐറ്റംസ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.